എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പൊ എന്താ അവര് പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും, അടിവരട്ടു ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നു. ഞാൻ എന്നെ UDF കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDF ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDFുമായി സഹകരിച്ചു പോകണം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDFുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടു, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടു. സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പൊ ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDFിൽ ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDFിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിന്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ചു പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയല്ലേ. 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോ 2 ദിവസത്തിനുള്ളിൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പൊ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിന്റെ ഗൺമാന്മാരെ വിളിച്ച അദ്ദേഹം എടുത്തിട്ട് പറയൂ, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയാമോള്? ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDFിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDFിന്റെ ഭാഗമാകുമ്പോ. പക്ഷേ ഞാനും കൂടി UDFിന്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം PV അൻവറും UDFും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ LDFിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നാലേക്ക്. പിന്നെ പിണറായിസം ഉണ്ടോ? പിന്നെ ഇവിടെ ആന്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത ഉണ്ടോ? കേരളത്തിൽ വരാൻ പോകുന്ന 140 മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ? ഞാൻ എന്തിനു വേണ്ടിയാ രാജിവെച്ചത്? 3-ാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല വസ്തുത. ജനങ്ങൾ ആ ഗവൺമെന്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിന്റെ ഒരു കാരണം. എന്താ എനിക്ക് അപ്പ പറഞ്ഞൂടെ? പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി UDFിന്റെ സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞാൽ വല്ല ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ? എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തടയോ? എനിക്ക് മത്സരിച്ചൂടെ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ. ഇപ്പൊ ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്ത്? ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട്. ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം.
അത് വലിയ ഇമ്പാക്ട്